ഒരു കേസ് വരുന്ന സമയത്ത് വിക്ടിം ബ്ലെയിമിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്, രാഹുൽ ഉണ്ടാവുന്ന സപ്പോർട്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ചാറ്റ് ഇടുമ്പോൾ വീണ്ടും ഇവരെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇവരുടെ ഐഡന്റിറ്റി ഏകദേശം അറിയാം എല്ലാവർക്കും. എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് അറിയുന്നതിന്റെ അപ്പുറത്തേക്കും ഇവരാരാണ്, ഈ പറയുന്ന വിക്ടിം ആരാന്നറിയാം. അപ്പൊ ഇവർ വീണ്ടും ഒരു മോശക്കാരി ആവുന്ന സമയത്തേക്ക് അവരത് കേട്ടോണ്ടൊന്നും ഇരിക്കില്ല. അവർ ഉറപ്പായും പബ്ലിക്കിന്റെ മുമ്പിലേക്ക്, ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് മീഡിയയിലേക്ക് ഒരു റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർ മീഡിയയിലേക്ക് വന്ന് റെസ്പോൺസ് കൊടുക്കും, അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഉണ്ടായത്, ഒരു കേസിന്റെ വഴിത്തിരിവാണ് അവരെ സ്ലട്ട് ഷെയിം ചെയ്ത് അല്ലെങ്കിൽ ആ കേസിന് വഴി മാറ്റി വിടുക എന്ന് പറയുന്നത്. അപ്പോ അതിനെ ഡിഫെൻഡ് ചെയ്തേ അവർക്ക് പറ്റുള്ളൂ. അപ്പൊ അത് അത്ര മണ്ടന്മാരൊന്നും ഇല്ലല്ലോ. ഇത്രയും അധികം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇതൊക്കെ വർഷങ്ങളായിട്ടൊക്കെ കണ്ടു. ഇപ്പോൾ ഫെനീനെ ഞാൻ സ്വയം കുഴിയിലെടുത്ത് ചാടുന്നത് പോലെയല്ലേ? കാരണം താൻ ഈ ചാറ്റുകൾ പുറത്തുവിട്ടാൽ തനിക്കെതിരെ രൂക്ഷമായ പരാതി വരുമെന്നും അല്ലെങ്കിൽ തനിക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടാകുമെന്നുമുള്ള കുഴി ചാടുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെയെങ്കിൽ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന കേസിന്റെ അത്രയൊന്നും ഫെനീന ഇത് ബാധിക്കില്ല.